Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 22 ആരംഭിക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമുക്ക് 4 സെമസ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു സെമസ്റ്ററാണ് സെക്കൻഡ് സെമസ്റ്റർ. 3 പ്രോബ്ലം പേപ്പേഴ്സ്, അതും വലിയ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ പാസ്സാകാൻ സാധിക്കുള്ളൂ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ നിസ്സംശയം പറയാം അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ സാധ്യത, SI ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ പ്രോബ്ലം എത്രത്തോളം വരുന്നുണ്ട്, തിയറി എത്രത്തോളം വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഒരു 5 മൊഡ്യൂളായിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാം നമുക്ക്. അതിൽ ആദ്യത്തെ വരുന്നത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമുക്ക്. ദെൻ മൊഡ്യൂൾ നമ്പർ 2 അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആണ്. 3 ടോപ്പിക്കുകൾ, 3 മുതൽ 4 ടോപ്പിക്കുകൾ വരുന്ന ഏറ്റവും വലിയൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ശരിക്കും പറഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 1ഉം 2 ആണ് ചങ്ക് മൊഡ്യൂൾസ്. ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ഈ 2 മൊഡ്യൂൾസിൽ നിന്നാണ്. SI ആവട്ടെ, 2 വെയിറ്റേജ് ആവട്ടെ, 3 വെയിറ്റേജ് ആവട്ടെ, ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് 2ൽ നിന്നാണ്. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നമുക്ക് 60%-നേക്കാൾ കൂടുതൽ, അതിൻ്റെ അടുത്ത് മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് അവിടെ അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ ആണ്. ടാക്സേഷൻ ആൻഡ് ലീസിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 3 അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് അക്കൗണ്ടിങ് ഫോർ ലീസസ്, റവന്യൂ കോൺട്രാക്ട് ആൻഡ് ലീസസ് എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ നമ്പർ 4 വരുന്നത്. ദെൻ മൊഡ്യൂൾ നമ്പർ 5 തിയറി ആണ്, മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. മൊഡ്യൂൾ നമ്പർ 5 ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 മൊഡ്യൂളിനെ 11 ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 11 ടോപ്പിക്കുകളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് SC ആവട്ടെ, 2 വെയിറ്റേജ് ആവട്ടെ, 3 വെയിറ്റേജ് ആവട്ടെ വരുന്നത് 3 മൊഡ്യൂൾസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആദ്യത്തെ മൊഡ്യൂൾ ഹോൾഡിംഗ് കമ്പനി ആദ്യം തന്നെ പഠിക്കുക. ദെൻ അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 2 ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ മൊഡ്യൂളാണ് അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, അത് തന്നെയാണ് രണ്ടാമത് പഠിക്കേണ്ടത്. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 5 ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്, അവിടെ തിയറിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാം. ഈ 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ 2 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 60%-ന്റെ അടുത്തെത്തി. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളും കൂടി നോക്കുകയാണെങ്കിൽ 75%-ന്റെ അടുത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ ഈസിലി പോസിബിൾ ആണ്. ദെൻ പിന്നെ ലീസിങ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ മൊഡ്യൂൾ നമ്പർ 4ലോട്ട് പോകും. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ 3rd പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1, 2, മൊഡ്യൂൾ നമ്പർ 5, പിന്നെ ഈ പറയുന്ന ലീസിങ്ങിൻ്റെയും പിന്നെ ലാസ്റ്റ് ഏരിയസിലോട്ട് പോയാൽ മതി. ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ടോപ്പിക്കുകളിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഈ 11 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അമാൽഗമേഷൻ, അതാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. ദെൻ അതിനുശേഷം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ദെൻ ലിക്വിഡേഷൻ. അപ്പോൾ 4 ടോപ്പിക്കുകളായി. ദെൻ അതിനുശേഷം നിങ്ങൾ നേരെ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്. ദെൻ പിന്നെ തിയറി ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ദെൻ അതിനുശേഷം ലീസിങ് പഠിക്കുക. പിന്നെ ബാലൻസുള്ള ഏരിയാസ് നോക്കിയാൽ മതി. ഈ ഓർഡറിൽ പഠിക്കുക. ഈ ഓർഡറിലാണ് നിങ്ങൾക്ക് എക്സാമിന്
മാർക്സ് വരാം ഏറ്റവും കൂടുതൽ. സോ ദാറ്റ്സ് അബൌട്ട് പ്രയോറിറ്റൈസേഷൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഇനി എസ് വരുന്നത് 4 essay ആണ് വരാറ്, 2 എണ്ണം എഴുതിയാൽ മതി. അതിൽ ആദ്യത്തെ essay എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി ഫസ്റ്റ് ചാപ്റ്റർ തന്നെ, ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഒരു essay. അതിനുശേഷം അമാൽഗമേഷനിൽ നിന്ന് അക്വിസിഷൻ ആണ് കൂടുതൽ വരാറ്. മെർജറും ഉണ്ട് അക്വിസിഷൻ ഉണ്ട്. മെർജർ ചോദിക്കുമ്പോൾ കൂടുതൽ ടൈം പോണത് കൊണ്ട് തന്നെ അക്വിസിഷൻ വരാറുണ്ട്, മെർജറും ചോദിക്കാം. അപ്പോൾ അതാണ് രണ്ടാമതൊരു essay, പ്രോബ്ലം തന്നെ. മൂന്നാമത്തെ essay ലിക്വിഡേഷൻ ആണ് സാധാരണ വരാറ്. ചില സമയത്ത് ലിക്വിഡേഷൻ 3 വെയിറ്റേജിന് ഇട്ടിട്ട് ലീസിങ് എടുത്ത് വരാറുണ്ട്. ബട്ട് ലാസ്റ്റ് 1-2 വർഷങ്ങളായിട്ട് കൂടുതൽ ലിക്വിഡേഷൻ തന്നെയാണ് കണ്ടുവരാറ്. അപ്പോൾ ലിക്വിഡേഷൻ ആണ് മറ്റൊരു പ്രോബ്ലം. ചിലപ്പോൾ മാത്രം ലീസിങ് തിരിച്ചിടാം. മെജോറിറ്റി ഈ 3 പ്രോബ്ലംസ് ആണ് നമുക്ക് എസ്സേക്ക് വരാറ്. ദെൻ ഒരു തിയറിയാണ് പിന്നെ വരുന്നത്. അത് ഞാൻ പറഞ്ഞു മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്, ആ ഒരു ചാപ്റ്റർ ഒന്നുകിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫോറൻസിക് അക്കൗണ്ടിങ്ങോ, പിന്നെ അതല്ലാണ്ട് മറ്റൊരു ചാപ്റ്ററിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, അങ്ങനെയുള്ള തിയറി ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ നിന്നൊരു തിയറി ചോദ്യം. ഇങ്ങനെ 4 essayയിൽ 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് എക്സാമിന് കണ്ടുവരാറ്. അപ്പോൾ essay ടോപ്പിക് പറഞ്ഞു, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് പറഞ്ഞു, ചങ്ക് ചാപ്റ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന മെയിൻ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഹോൾഡിംഗ് കമ്പനി ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു essay ചോദ്യം ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉണ്ടാവും, പിന്നെ 2 വെയിറ്റേജ് ചോദ്യങ്ങൾ ഒരു 2 എണ്ണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 9 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരാറ്. അപ്പോൾ essay ഹോൾഡിംഗ് കമ്പനിയുടെ സാധാരണ കണ്ടുവരുന്നത്, എപ്പോഴും കുട്ടികൾ ചോദിക്കും വല്ലാത്ത ടഫായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വരാറുണ്ടോന്ന്. അങ്ങനെയല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് വരാറ്. നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെന്റ്സ് എപ്പോഴും നമ്മൾ പഠിച്ചു വയ്ക്കുക. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേഷൻ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേഷൻ, ക്യാപിറ്റൽ റിസർവ് ആണോ, ഗുഡ് വിൽ ആണോ, ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ, ഇതൊക്കെ പഠിക്കുക. പിന്നെ റിവാലുവേഷൻ ഓഫ് അസറ്റ്സിനെ റിലേറ്റ് ചെയ്തുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, ബോണസ് ഷെയ്ഡ്സിനെ റിലേറ്റ് ചെയ്തുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലേ, അത് കംഫർട്ടബിൾ ആയിട്ട് പഠിച്ചു വയ്ക്കുക. വല്ലാണ്ട് ടഫസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടില്ല, ഒരു മീഡിയം റേഞ്ച് എപ്പോഴും കണ്ടുവരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് essayക്ക് വരുന്നൊരു പ്രോബ്ലം ഈ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ 2 വെയിറ്റേജിന്റെ തിയറി ചോദ്യങ്ങളാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങൾ ഒരു 2 എണ്ണം വരെ എല്ലാ പേപ്പറിലും വരുന്നതാണ്. അതിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്പർ 1 കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. ഹോൾഡിംഗ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനി എന്താണ്, അല്ലെങ്കിൽ പാരന്റ് കമ്പനി എന്ന് പറയും ഹോൾഡിംഗ് കമ്പനിന് എന്താണ്. ദെൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ പറയും മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന്. ദെൻ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവിന്റെ കാൽക്കുലേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ അതിനെ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, 2 വെയിറ്റേജിನಲ್ಲಿ വരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും 1-2 ചോദ്യങ്ങളെ എല്ലാ പേപ്പറിലും വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2 അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു essay കമ്പൽസറി ആയിട്ട് ഒരെണ്ണം പ്രതീക്ഷിക്കാം. അമാൽഗമേഷൻ, കൂടുതൽ അക്വിസിഷൻ ആണ് കണ്ടുവരാറ്. 3 വെയിറ്റേജിന്റെ തിയറി, മെർജർ എന്താണ്, അക്വിസിഷൻ എന്താണ്, ഇതിന്റെ ഡിഫറൻസ് എന്താണ്. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, മെത്തേഡ്സ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ, 3 വെയിറ്റേജ് തിയറി. ഈ സെയിം സംഭവം തന്നെ 2 വെയിറ്റേജിൻ്റെയിലും നമുക്ക് തിയറി പ്രതീക്ഷിക്കാം. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്താണ്, ട്രാൻസ്ഫറർ, ട്രാൻസ്ഫറി, അക്വയറർ, അക്വയറി, ഇതൊക്കെ ആരാണ് എന്നുള്ളത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് അക്വിസിഷൻ ഉണ്ട്, ദെൻ മെർജർ ഉണ്ട്, ടേക്ക് ഓവർ ഉണ്ട്, ഇതൊക്കെ എന്താണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെർജർ ആൻഡ് അക്വിസിഷൻ ഞാൻ പറഞ്ഞു, നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, പർച്ചേസ് കൺസിഡറേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, മെത്തേഡ്സ്, ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay, അത് കൂടുതൽ കണ്ടുവരുന്നത് അക്വിസിഷനാണ്, മെർജറും ചോദിക്കാം. ഓക്കെ, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ചില സമയത്ത് 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ള അമാൽഗമേഷൻ. ഇനി അപ്പോൾ ഈ 2 വെയിറ്റേജ് പറഞ്ഞ കാര്യങ്ങളും 3 വെയിറ്റേജിൻ്റെ തിയറി എന്തായാലും ഒരെണ്ണം ഉണ്ടാവും, essayയും നിർബന്ധമായും നോക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 5, 3, 8, 2, 10 വെയിറ്റേജിൻ്റെ
അമാൽഗമേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ? നിർബന്ധമായും പഠിക്കുക. ദെൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ള പ്രോബ്ലംസ് വളരെ കുറവാണ്, കാരണം അമാൽഗമേഷൻ്റെ ഏകദേശം സെയിം പരിപാടികളൊക്കെ തന്നെയാണ് വരുന്നത്. ബട്ട് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് തിയറി വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? തിയറി നോക്കണം. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും ഇന്റേണൽ റീകൺസ്ട്രക്ഷനും തമ്മിൽ ഡിഫറൻസ് നിർബന്ധമായും പഠിക്കുക, തിയറി. ദെൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒരു പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ എല്ലാ പ്രാവശ്യവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് തന്നെ വരാറുണ്ട്. റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് വരാറ്. അപ്പോൾ അതും നോക്കിയിരിക്കണം. ഇതാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, മൊഡ്യൂൾ നമ്പർ 2-ത്തെ ലാസ്റ്റ് ടോപ്പിക്, ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അപ്പോൾ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിൽ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുട്ടികളുടെ അടുത്ത് പറയാറുള്ളതാണ് എക്സാമിൻ്റെ സമയത്ത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ജെയിൻ നരങ്ങിൻ്റെ ബുക്കിലത്തെ അതേ ചോദ്യങ്ങളാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് അവർ ഇട്ട് കണ്ടിട്ടുള്ളത് SAക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ജെയിൻ നരങ്ങിലത്തെ ഒരു 3-4 ചോദ്യങ്ങൾ മാത്രമേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. ആ സെയിം ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെ വരുന്നു. അതിൽ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് SAക്ക്. അതല്ലെങ്കിൽ അത് 3 വെയിറ്റേജിന് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം. ഇനി തിയറി വരാറുള്ളത് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, ലിക്വിഡേറ്റർ ആരാണ്, ദെൻ എന്താണ് കോൺട്രിബ്യൂട്ടറി, ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടറി ടു വെയിറ്റേജ്, ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് എന്താണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസിൻ്റെ പ്രോബ്ലം സാധാരണ വരാറില്ല, രണ്ടും നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രോബ്ലം ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം വേണം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ തിയറി ജസ്റ്റ് നോക്കാം. 2 വെയിറ്റേജിൻ്റെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ലിക്വിഡേറ്റർ ആരാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് എന്താണ്, ലിക്വിഡേറ്റേഴ്സിൻ്റെ എന്താണ് പറയുക ആ പ്രോബ്ലം ഞാൻ പറഞ്ഞു എന്തെങ്കിലും നോക്കണം. പിന്നെ 2 വെയിറ്റേജിൻ്റെ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടറി, ഇതൊക്കെയാണ് കണ്ടുവരാറ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 മൊഡ്യൂൾ നമ്പർ 2-ലെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 4 essayയിൽ 3 essay 2 ചാപ്റ്ററിലും കൂടിയിട്ടാണ് വരുന്നത്. ഹോൾഡിംഗ് കമ്പനി, അമാൽഗമേഷൻ, ലിക്വിഡേഷൻ 2 ചാപ്റ്റർ പഠിച്ചാൽ അതിൽ നിന്ന് തന്നെ 2 essay കിട്ടി. ദെൻ 2 വെയിറ്റേജ് ചോദ്യങ്ങളൊരു ഈ 2 മൊഡ്യൂളും കൂടിയിട്ട് തന്നെ ഒരു 4 എണ്ണത്തിൻ്റെ അടുത്ത് അവിടെ തന്നെ കിട്ടി. ദെൻ അതിനുശേഷം പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രോബ്ലം, തിയറി 1-2 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമുക്ക് 60%-നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ഈസിലി പോസിബിൾ ആണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 5, അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ ആണ്. ഇതിൽ നിന്ന് സാധാരണ 2 വെയിറ്റേജിൻ്റെ എന്തെങ്കിലും ഒരു ചോദ്യം മാത്രമാണ് കണ്ടുവരാറ്. അതിൽ കറണ്ട് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്താണ്, റിപ്പീറ്റ് ചോദ്യം. അൺഏൺഡ് ഇൻകത്തിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കണം. മിക്കതും വരാറ് ഈ പറഞ്ഞ ഡെഫേർഡ് ടാക്സ് അസെറ്റ്, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്താണെന്നുള്ള തിയറി ചോദ്യമാണ്. ഡെഫേർഡ് ടാക്സ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കണ്ടുവരാറൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കി പോവാമെന്ന് മാത്രം. ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ആയി എന്ന് മാത്രം. മെജോറിറ്റി എന്ന് പറയുന്നത് 2 വെയിറ്റേജിൻ്റെ ഒരു തിയറിയാണ് വരാറ്. പ്രോബ്ലം നോക്കിക്കോളൂ, നോക്കണ്ടെന്നല്ല, നിങ്ങളുടെ ഭാഗ്യം പോലെ ഒരെണ്ണം ചിലപ്പോൾ ഇടാറുണ്ട്. 2 വർഷം കൂടുമ്പോഴൊക്കെ ഒരെണ്ണം വരാറുണ്ട്. അപ്പോൾ 2 വെയിറ്റേജ് തിയറി ഒരെണ്ണം, 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം വന്നാൽ വന്നു എന്ന് മാത്രം. കാരണം നമുക്ക് പാർട്ട് ബിയിൽ 4 തിയറിയും 3 പ്രോബ്ലംസും ആണ്. അപ്പോൾ ടോട്ടൽ 7 ചോദ്യങ്ങളിൽ നമുക്ക് എഴുതേണ്ടത് 4 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഒരു പ്രോബ്ലം ഇതിൽ നിന്ന് ഇട്ടാലായി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ചാപ്റ്റർ നമ്പർ 6 ആണ്, റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്. അവിടെ എന്താ പറയുക, നമുക്ക് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ശരിക്കും കണ്ടിട്ടില്ല. റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് തിയറി മാത്രമാണ്. നിങ്ങൾക്ക് എന്താണ് റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് എന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ നോക്കാം. 2 വെയിറ്റേജിൻ്റെ എന്തെങ്കിലും ഇട്ടാലായി. അതല്ലാണ്ടുള്ളൊരു ചോദ്യമൊന്നും തിയറി ഇതിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 6. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 7, അക്കൗണ്ടിങ് ഫോർ ലീസസ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. തിയറി
പ്രോബ്ലം കൂടുതൽ വരുന്നത് തിയറിയാണ്. ചില സമയത്ത് പ്രോബ്ലം വരാം. ഇപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞു ലിക്വിഡേഷന് പകരം ലീസിങ് എസ്സേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ് ലീസേഴ്സ്, അക്കൗണ്ടിങ് ഫോർ ലീസിങ് എന്താണ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, ഫിനാൻഷ്യൽ ലീസ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. തിയറി വരാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസിങ്, ഇത് റിപ്പീറ്റ് ആണ് തിയറി, നിർബന്ധമായും പഠിക്കണം. ദെൻ പ്രോബ്ലത്തിൽ നമുക്ക് വരാറുള്ളത് ഫിനാൻഷ്യൽ ലീസിൻ്റെ പ്രോബ്ലം ആണ്. പാർട്ട് ബിയിലോ പാർട്ട് സിയിലോ ഒരു പ്രോബ്ലവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ്, ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ടും പഠിക്കണം കേട്ടോ. അതിൻ്റെ തിയറി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തിയറി ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് നോക്കാം, അതുപോലെ തന്നെ പ്രോബ്ലം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് അക്കൗണ്ടിങ് ഫോർ ലീസസ് ചാപ്റ്റർ നമ്പർ 7. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 8 ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. സോ ഇതിൽ തിയറി ആണ് വരുന്നത്. തിയറി പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്? 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ വരാം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇത് നമുക്ക് 2 വെയിറ്റേജിൽ മാത്രമായിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ 3 വെയിറ്റേജോ ചിലപ്പോൾ എസ്ഐക്ക് അടക്കം വേണമെങ്കിൽ ഇടാം. കൂടുതൽ 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. നിർബന്ധമായും പഠിച്ചിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, അതിന് ഇമ്പോർട്ടൻസ് കേട്ടോ വളരെ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ചാപ്റ്റർ നമ്പർ 9, മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്ങും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ തിയറി ടോപ്പിക്സിൽ നിന്നാണ് എസ്സേ ഒരെണ്ണം വരുന്നത്. 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ 3 വെയിറ്റേജും ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ 5ഉം പിന്നെ 2ഉം 7ഉം 3ഉം 10ഉം വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എസ്സേ ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. തിയറി മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരാം. ദെൻ അതല്ലെങ്കിൽ ഇതിൽ 2-3 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ തന്നെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണ്, ദെൻ അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ്, ബെനഫിറ്റ്സ്, ഇതാണ് നമുക്ക് മറ്റൊരു ചോദ്യം എസ്സേക്ക്. ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ചോദിക്കാം ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ. ദെൻ അതിനുശേഷം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. അത് 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ അതിനുശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 2 ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ എൻവിയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഉണ്ട്. ദെൻ ഏറ്റവും അവസാനം പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറച്ചീശെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടേ. ഇനി അതല്ല എസ്സേക്ക് മാത്രമായിട്ട് ചിലപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതണം. ദെൻ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇടാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങോ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങോ ചോദിക്കാറുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്. നിർബന്ധമായും പഠിക്കുക. ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ നമ്പർ 2, പിന്നെ ഈ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചാപ്റ്റർ നമ്പർ 10 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൽ നിന്ന് സാധാരണ ചോദ്യങ്ങൾ വളരെ കുറവാണ് കണ്ടുവരാറ്. നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് നോക്കിക്കോളൂ. എന്തെങ്കിലും പ്രോബ്ലംസ് ഇതുവരെയായിട്ട് അങ്ങനെ കണ്ടുവരുന്നില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ സമയം ഉണ്ടെങ്കിൽ നോക്കാം. ഇനി വന്നു കഴിഞ്ഞിട്ട് എന്നെ പറയരുത് കേട്ടോ. മാറ്റി ഇടുന്ന പരിപാടികളുണ്ടല്ലോ. എക്സ് ഇൻട്രസ്റ്റ് എന്താണ്, കം ഇൻട്രസ്റ്റ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ തിയറിക്ക് അത് നോക്കി വയ്ക്കാം. അപ്പോൾ പിന്നെ പ്രോബ്ലം ഞാൻ പറഞ്ഞ പോലെ വരൽ വളരെ കുറവാണ്. നോക്കാമെന്ന് മാത്രം. വന്നാൽ വന്നിട്ട് നമ്മളെ വെക്കട്ട് കയറരുത്. കാരണം ഞാൻ ഇതുവരെയായിട്ട് വരാത്ത എന്താണ് പറയുക, അങ്ങനെ കണ്ടുവരാത്ത പോർഷൻസ് ആണ് ഇതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നതല്ലേ നമ്മൾ വരുന്നു എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 11 ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഇതിൽ നിന്ന് തിയറി 2 വെയിറ്റേജിൻ്റെ ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ചില സമയത്ത് വരാറുണ്ട്, ചിലപ്പോൾ മാത്രം. ഓക്കെ, അപ്പോൾ അതിൽ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ മെറിറ്റ്സ് ഉണ്ട്, തിയറി, ഡിമെറിറ്റ്സ്, തിയറി നോക്കുക. പിന്നെ മെത്തേഡ്സ് ഒരുപാട് നമുക്ക് കാണാം. ഈ മെത്തേഡ്സ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ തിയറിക്ക് വരാറുണ്ട്. അതാണ്
കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് എന്താണ്? CPPA എന്താണ്? 280 തിയറി. കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? CCA തിയറി. അതുപോലെ തന്നെ സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ അക്കൗണ്ടിങ് എന്താണ്? അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ചോദിക്കാറ് CPPAയും CCAയും ആണ്. അപ്പോൾ നിർബന്ധമായും ഇതിൻ്റെ തിയറി പഠിച്ചു വെക്കണം. റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് 2 വെയിറ്റേജിൻ്റെ അല്ലേ. ദെൻ പിന്നെ ഇതിൽ പ്രോബ്ലം ഒരെണ്ണം കണ്ടുവരാറ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വരുന്നുണ്ടെങ്കിൽ വരാറ്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം, ചെറിയ ഒരൊറ്റ പ്രോബ്ലം നമുക്കിതിൽ കാണാനുള്ള ബുക്കിൽ. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ അതൊരെണ്ണം വരാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ അത് നോക്കാനുള്ള സമയമില്ലെങ്കിലും വേറെ ഓപ്ഷൻസ് 7 4 മതി. അപ്പോൾ അത് കിട്ടും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയണമെന്ന് മാത്രം, ഇതിലെ തിയറി നിർബന്ധമായി ഞാൻ പറഞ്ഞത് നോക്കി വെക്കുക. ഈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഒരു പ്രോബ്ലമാണ് വരുന്നുണ്ടെങ്കിൽ 3 വെയിറ്റേജിൻ്റെ കണ്ടുവരാറ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പഠിക്കേണ്ട രീതികൾ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ്. സോ ഒന്നും ആവാണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ ഒരു essay, അതുപോലെ തന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ കുറച്ച് ലഭിക്കും. പിന്നെ എല്ലാ ചാപ്റ്ററിലും ഞാൻ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റ് തിയറി കാര്യങ്ങൾ നോക്കുക. പിന്നെ മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 2 ആണ് മെയിൻ സംഭവം. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ, ഇപ്പോൾ 3 മൊഡ്യൂൾസ് 3 ടോപ്പിക്കുകൾ 3 മൊഡ്യൂൾസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ 75%-നേക്കാൾ കൂടുതൽ മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് ഒരു വലിയൊരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇപ്പോൾ മാർക്കറ്റിംഗ് എക്സാം എഴുതാൻ പോകുന്ന ഒരു ലാഘവത്തോടെ പോകരുത്. അതൊരു മനസ്സിലുണ്ടായിരിക്കണം. ഏകദേശം ചിലപ്പോൾ ഒരു ടഫ്നെസ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കുറച്ചൊരു മീഡിയം ടൈപ്പ് പേപ്പർ ആയിരിക്കാം എന്ന് വിചാരിച്ചു പോയാൽ ചിലപ്പോൾ നല്ല പേപ്പർ ആണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു സംഭവം തന്നെയാണ്, അതിനങ്ങനെ തന്നെ വിചാരിച്ചോളൂ. എന്ന് വെച്ചിട്ട് ആ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ ഏരിയാസിലോട്ടൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട്, ദെൻ മാത്രമല്ല മറ്റ് സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദെൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. നമ്മൾ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഏത് സമയം പഠിക്കാനും ഡൗട്ട് ചോദിക്കാനും നല്ല രീതിയിൽ മാർക്ക് മേടിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.